നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി ആമിൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാനായിട്ടിരിക്കുന്നത് എന്ന്? ഇന്ന് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോമൺ ആയിട്ട് ഈ ഒരു ബോഡി സ്ട്രക്ചറിന് നമ്മൾ സ്കിന്നി ഫാറ്റ് എന്നാണ് പറയുക. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കൂടുതലായിട്ട് നമ്മുടെ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വയറിന്റെ ഭാഗത്താണ്. ചില ആളുകളെ നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റും. അവരുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞതായിരിക്കും. കൈകളാണെങ്കിൽ കാലുകളാണെങ്കിൽ വളരെ മെലിഞ്ഞതായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ ബോഡി ഫാറ്റ് കമ്പോസിഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ടാണ് വരിക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കൂടുതൽ ഡിപ്പോസിറ്റ് ആയിരിക്കുന്നത് അവിടെ വയറിന്റെ ഭാഗത്തായതുകൊണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഈ വയറിന്റെ അവിടുത്തെ ഈ ഫാറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തില്ല, എക്സസൈസ് ഒന്നും ചെയ്തില്ല, എന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് പലതരം മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതായത് ഡയബറ്റിക് പോലെയുള്ള കാര്യങ്ങൾ, BP, ഷുഗർ, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് എന്നീ പറയുന്ന പലതരം പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വരാനുള്ള വളരെയധികം ചാൻസസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു സ്കിന്നി ഫാറ്റ് വരാനായിട്ടുള്ള പലതരം കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിലാണ് ജെനറ്റിക്സ് എന്ന് പറയും. അതായത് പണ്ടത്തെ കാർന്നോമാർക്കൊക്കെ ഇതേപോലെ വയറിന്റെ ഭാഗത്ത് കൂടുതലും ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന പല കാരണങ്ങൾ കൊണ്ട്, അതായത് അവരുടെ ജീൻസും ഹോർമോൺസും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരും. കൂടുതലായിട്ട് നമ്മൾ റിസർച്ച് സ്റ്റഡീസ് നടത്തിയപ്പോൾ റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ, അതുപോലെ പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവരൊക്കെയാണ് സൗത്ത് ഏഷ്യൻസിൽ വിടുക. ഈ സൗത്ത് ഏഷ്യൻസിന്റെ ബോഡി ഫാറ്റ് യൂറോപ്യൻസും അമേരിക്കൻസും ആയിട്ട് കമ്പയർ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഒരേ ബോഡി വെയിറ്റില് ബോഡി ഫാറ്റ് കൂടുതലും സൗത്ത് ഏഷ്യൻസിന് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ധാരാളം റിസർച്ച് സ്റ്റഡീസ് നടത്തിയതിൽ ഒരു സ്റ്റഡി പറയുന്നത് UK അതുപോലെ തന്നെ ഇന്ത്യൻസിലുള്ള 6 വയസ്സുള്ള കുട്ടികളിലാണ് ഇവർ ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 6 വയസ്സിലുള്ള കുട്ടികളിൽ അവർ മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും ഒരു ചെറിയ വയസ്സിൽ, അതായത് പ്രീ പ്യൂബേർട്ടി സ്റ്റേജിൽ വെച്ച് തന്നെ ഇന്ത്യൻസിലുള്ള കുട്ടികളുടെ BMI കുറവാണെങ്കിലും ബോഡി ഫാറ്റ് നല്ല രീതിയിൽ കൂടുതലാണെന്നാണ് അതിലവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സെയിം പ്രോസസ്സ് തന്നെ അവരൊരു 40-42 വയസ്സുള്ള ആളുകളിലും സെയിം റിസർച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലവർ പറയുന്നത് സൗത്ത് ഏഷ്യൻസുകാരുടെ എന്ന് പറയുമ്പോൾ മസിൽ മാസ് വളരെ കുറവും ബോഡി ഫാറ്റ് വളരെ കൂടുതലായിട്ടാണ് കൺക്ലൂഷൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത് കൊണ്ട്. കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് വില കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരാളുകൾക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയ്ക്കണം എന്നാണ് അവർ ആദ്യം ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ എന്തെങ്കിലും കാണുമ്പോൾ വളരെ വില കുറവായതുകൊണ്ട് തന്നെ അവരത് കഴിക്കുകയും വിശപ്പടക്കുകയാണ് ചെയ്യുക. അതൊന്നാമത്തെ കാര്യം. പക്ഷേ കാശുള്ളവരുടെ അല്ലെങ്കിൽ കുറെ ഹൈഫൈ ആയിട്ട് താമസിക്കുന്നവരുടെ വയറ് നോക്കിയാലും ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു ബോധവൽക്കരണം, അതായത് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവരിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ മലയാളീസിന്റെ മേജർ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നതാണ് ചോറ് എന്ന് പറയുന്നത്. ഇപ്പൊ പല ആളുകളും ഇംപ്ലിമെന്റ് ചെയ്ത് ചപ്പാത്തിയിലേക്ക് നമുക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ചോറ്, അതുപോലെ തന്നെ എന്തെങ്കിലും തോരൻ, എന്തെങ്കിലും കറി, ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലും കഴിക്കുക. മുൻതൂക്കം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അരിയാഹാരത്തിന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഇതുകൂടാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും 4 മണിക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വറുത്ത് പൊരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്, ധാരാളം മധുരം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതുകൂടാതെ എൻ്റെ മേലെ വേറെ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് പല ആളുകളും ഭക്ഷണം കഴിച്ചു വരുന്നത്. നിങ്ങൾ പല അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒട്ടുമിക്ക പൂജാരികളുടെയും ഒട്ടുമിക്ക ആളുകളുടെയും വയറ് വീർത്തിട്ടാണ് ഇരിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഭക്ഷണം കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിവേദ്യം പോലെയുള്ള കാര്യങ്ങൾ, പായസം പോലെയുള്ള കാര്യങ്ങൾ, അവിടെ വെക്കുന്ന ചോറ് എന്നീ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു ബോധം, അതായത് ഒരു ഐഡിയ ഇല്ല, അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് നിരന്തരം ഇങ്ങനെ ധാരാളം കഴിച്ച് വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ദഹനം പതുക്കെ കുറഞ്ഞു വരികയും ലിവർ സെൽസ് ശരിയായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും അങ്ങനെ ഫാറ്റ് കൂടുതൽ ഡിപ്പോസിറ്റ് ആയിട്ട് ആദ്യം ലിവറിന്റെ മുകളിൽ വന്ന് ഡിപ്പോസിറ്റ് ആവും. പതുക്കെ നമ്മുടെ വയറിന് ചുറ്റും ഇങ്ങനെ ഒരു വിസറൽ ഫാറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി മൂന്നാമത്തെ റീസൺ ആണ് എക്സസൈസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ചെയ്യുന്ന എക്സസൈസ് തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളൊരു കാര്യം. ഇപ്പോഴത്തെ ഒരു യങ് ആയിട്ടുള്ള ജനറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അവർ ചിന്തിക്കുന്നത് ബോഡി ബിൽഡ് ചെയ്യണം, മസിൽ നന്നായിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ മാത്രമായിട്ടാണ് അവർ കാണുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പ്രായമായവരുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ പ്രായമായ ആളുകളൊക്കെ കാണാൻ പറ്റും എക്സസൈസ് ചെയ്യാന്നുള്ളൊരു പേരും പറഞ്ഞ് അവർ രാവിലെ കുറച്ചങ്ങ് നടക്കാനായിട്ട് ഇറങ്ങും, പാർക്കിൽ 2 റൗണ്ടൊക്കെ അടിക്കും. അതുപോലെ അവിടെ കാണുന്ന എന്തെങ്കിലും മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈം പാസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കും.
പക്ഷെ ഇതിലൂടെ അവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉള്ള മസിൽ വരെ അവർ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസിൽ മാസ് വരെ അവരുടെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം പല ആളുകൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ അവർ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആണെങ്കിലും എന്നീ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ നടന്ന് അവരുടെ ഉള്ള മസിൽ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വയറ് പതുക്കെ പതുക്കെ ചാടി, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിനല്ല ചെയ്യുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടി വെക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് വയറ് ഇങ്ങനെ ചാടി വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ ഇനി കുടവയറ് പറിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യമാണ് റെസിസ്റ്റന്റ് ട്രെയിനിങ് എക്സസൈസ്. ഇതിന് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസും എന്ന് പറയും. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനൊന്ന് സ്ട്രോങ് ആക്കി വെക്കുക. അതാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ഉപകാരം ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ അടങ്ങി നിൽക്കുന്ന ഫാറ്റ് അത് പതുക്കെ മെൽട്ടായി പോവുകയും അത് മെൽറ്റ് ആവുന്നതിലൂടെ നമ്മുടെ മസിൽസ് ഒന്നും കൂടി സ്ട്രോങ് ആവുക. ഇതാണ് ഈ ഒരു എക്സസൈസിലൂടെ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നമ്മുടെ ഫാറ്റ് ബേൺ ആവില്ല. ഇത്തരം എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് 2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് അങ്ങനെ അത്രയും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുഷപ്പ് ആണെങ്കിലും പുള്ളപ്പ് ആണെങ്കിലും സ്ക്വാട്സ് അങ്ങനെ പറയുന്ന ധാരാളം എക്സസൈസുകളും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇക്വിപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ്, പലതരം ട്രെയിനർമാരിട്ടിട്ടുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എത്രയാണോ അത് നിങ്ങൾ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസങ്ങളിൽ 30 മിനിറ്റ് വീതം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇത്തരം എക്സസൈസ് നമ്മുടെ വയറിന്റെ ഫാറ്റ് മാത്രം കുറയ്ക്കുക അല്ലെങ്കിൽ ശരീരത്തിന്റെ ഫാറ്റ് മാത്രം കുറയുക എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നത്, മെറ്റബോളിസം നന്നായിട്ട് കൂടുകയും അതുമൂലം മെറ്റബോളിക് ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റിക് ആണെങ്കിലും BP ആണെങ്കിലും ഹാർട്ട് ഡിസീസ് എന്നീ പറയുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ കൺട്രോൾ ആവുകയും ചെയ്യും. ഇനി രണ്ടാമതായിട്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻ പോലെയുള്ള കാര്യങ്ങളും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രോട്ടീൻ പോലെയുള്ള ഭക്ഷണങ്ങൾ ഇന്നും കഴിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ഫുഡിനെ പ്ലേറ്റിനെ മാനേജ് ചെയ്യുക. അതായത് കൂടുതൽ പോർഷൻ നമ്മൾ എന്തിൽ കൊടുക്കണം, പ്രയോറിറ്റി ആയിട്ട് നമ്മൾ പ്രോട്ടീനിൽ കൊടുക്കുക. അതായത് ചിക്കൻ, മീൻ, എഗ്ഗ് അങ്ങനെ പറയുന്ന ഏത് രീതിയിലാണെങ്കിലും രണ്ടാമത്തെ പോർഷനിൽ നിങ്ങൾ കൂടുതലും സാലഡ് പോലെയുള്ള കാര്യങ്ങളോ തോരൻ പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഇതിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല ഫൈബറൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടും. ലാസ്റ്റത്തെ ഓപ്ഷനായിട്ട് നമ്മൾ ചപ്പാത്തി, ചോറ് എന്താണോ നമ്മൾ കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസി നന്നായിട്ട് കുറയുകയും ചെയ്യും. കാർബ്സിന്റെ ഉപയോഗം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലില്ല. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള റൈസ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒരു മിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ ഫുഡിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടാനായിട്ടുള്ളൊരു ചാൻസസ് ഇല്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ 2 ദിവസം പട്ടിണി കിടന്നാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയും. പക്ഷേ നല്ലൊരു രീതിയിൽ ആ വെയിറ്റിന് മാനേജ് ചെയ്യണം, ഫാറ്റ് ലൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളിവിടെ ആദ്യത്തെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നില്ലേ, ഇദ്ദേഹം നല്ല രീതിയിൽ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു, പക്ഷെ ആളുടെ ശരീരം നോക്കി ഒരു ഫിറ്റ് ആയിട്ടുള്ള രീതിയിലല്ല കാണാൻ പറ്റുന്നത്. പക്ഷെ രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹം വെയിറ്റും കുറഞ്ഞു പ്ലസ് ആളുടെ മസിൽസും നന്നായിട്ട് ടോൺ ചെയ്തു. ഞാനിവിടെ ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങളെല്ലാവരും മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ശരീരത്തിലത്തെ ഫാറ്റിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മസിൽസിനൊന്ന് ടോൺ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പ്രായമാകുന്ന സമയത്ത് കയ്യിലത്തേക്ക് കാലിലത്തേക്ക് ഇങ്ങനെ മസിൽ തൂങ്ങി നിൽക്കുന്ന പോലെയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് വെയിറ്റ് മാനേജ്മെൻറ്റ് എക്സസൈസും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും ഫുഡിൽ നന്നായിട്ട് പ്രോട്ടീനും ഇൻടേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റിനെ മാനേജ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഹാബിറ്റ് ആക്കി യൂസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പല ആളുകളും ഉണ്ട് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം വിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 1-2 ദിവസം ചെയ്തിട്ട് ബോറിംഗ് ആയിട്ട് അങ്ങനെ വിടുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നല്ല ഫിറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, ഹാബിറ്റാക്കി മാറ്റാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.